ഒരു വലിയ വീട്ടിൽ മാക്സ് എന്ന പേരുള്ള ഒരു പൂച്ചയുണ്ടായിരുന്നു. നല്ല പട്ടുപോലെയുള്ള രോമങ്ങളും മിന്നി തിളങ്ങുന്ന കണ്ണുകളുമുള്ള മാക്സിന് ഒരൊറ്റ വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വീട്ടിലെ എല്ലാ എലികളെയും പിടിക്കണം. തന്റെ കണ്ണിൽപ്പെടുന്ന ഒരു എലിയെ പോലും അവൻ വെറുതെ വിടില്ല. എന്നാൽ അതേ വീട്ടിലെ അടുക്കളയുടെ മൂലയിലുള്ള ഒരു ചെറിയ മാളത്തിലായിരുന്നു ടോബി എന്ന എലിയുടെ താമസം. വരാന്തയിലൂടെ മാക്സ് നടക്കുമ്പോൾ കുഞ്ഞു മാളത്തിലിരുന്ന് ടോബി മാക്സിനെ നോക്കി എപ്പോഴും കളിയാക്കി ചിരിക്കും. ടോബി വെറുമൊരു എലിയല്ല, അതിബുദ്ധിമാനായിരുന്നു. മാക്സ് എത്രയൊക്കെ കെണി വെച്ചാലും ടോബി അതിലൊന്നും വീഴില്ല. ഓരോ തവണയും മാക്സിന്റെ കയ്യിൽ നിന്നും തല്ല നാരിഴക്കി രക്ഷപ്പെടുമ്പോൾ ടോബി ഒന്ന് തിരിഞ്ഞു നോക്കി കളിയാക്കി ചിരിക്കും. അത് കാണുമ്പോൾ മാക്സിന്റെ മീശ ദേഷ്യം കൊണ്ട് വിറയ്ക്കും. നീ നോക്കിക്കോ ടോബി, ഒരിക്കൽ ഞാൻ നിന്നെ പിടിക്കും എന്ന് മാക്സ് മുരളും. നോക്കാം മാക്സ്, അതത്ര എളുപ്പമാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടോബി ഓടി ഒളിക്കും. അങ്ങനെ അവർ ആ വീട്ടിലെ വലിയ ശത്രുക്കളായി കഴിഞ്ഞു വരികയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു രാത്രി പുറത്ത് നല്ല പേമാരി തുടങ്ങി. കാറ്റ് ആഞ്ഞു വീശുന്നു. വരാന്തയിൽ നമ്മുടെ മാക്സ് വിശപ്പും തണുപ്പും കാരണം ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് മാളത്തിൽ വെള്ളം കയറി നനഞ്ഞു കുതിർന്ന ഒരു ചെറിയ പന്ത് പോലെ ടോബി പുറത്തേക്ക് തെറിച്ചു വീണത്. മാക്സിന്റെ കണ്ണുകൾ തിളങ്ങി. അവൻ പതുക്കെ പതുങ്ങിച്ചെന്ന് ടോബിയുടെ മുന്നിൽ നിന്നു. മാക്സ് തന്റെ കൂർത്ത നഖങ്ങൾ പുറത്തേക്ക് നീട്ടി ഗർജിച്ചു. കൊള്ളാമല്ലോ ടോബി, ഇന്ന് നീ എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടില്ല. എനിക്ക് നല്ല വിശപ്പുണ്ട്. ടോബി പേടിച്ചു വിറച്ചുപോയി. പക്ഷെ അവൻ ഓടാൻ നോക്കിയില്ല. പകരം തന്റെ മാളത്തിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, മാക്സ്, എന്നെ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ തിന്നോളൂ, എനിക്ക് പരാതിയില്ല. പക്ഷേ എൻ്റെ മാളത്തിനുള്ളിൽ വെള്ളം നിറയുകയാണ്. എൻ്റെ കുഞ്ഞനിയന്മാർ അകത്തു കുടുങ്ങിപ്പോയി. അവർക്ക് ശ്വാസം മുട്ടുന്നുണ്ടാകും. എന്നെ തിന്നുന്നതിന് മുൻപ് അവരെ ഒന്ന് രക്ഷിക്കാൻ സഹായിക്കാമോ? എനിക്ക് ഒറ്റയ്ക്കതിന് കഴിയാത്തത് കൊണ്ടാണ്. സ്വന്തം ജീവൻ കൊടുത്തും തൻ്റെ കുഞ്ഞനിയന്മാരെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആ കുഞ്ഞെലിയെ കണ്ടപ്പോൾ മാക്സിന്റെ ഉള്ളിലൊരു ദയ തോന്നി. അവന്റെ മനസ്സിലെ ദേഷ്യമൊക്കെ എങ്ങോ പോയി മറിഞ്ഞു. മാക്സ് ഉടനെ തന്റെ വലിയ കൈകൾ കൊണ്ട് മാളത്തിനു മുന്നിലെ ചെളിയും കല്ലും നീക്കം ചെയ്തു. എന്നിട്ട് തന്റെ പട്ടുപോലെയുള്ള നീളൻ വാല് മാളത്തിനുള്ളിലേക്ക് നീട്ടിക്കൊടുത്തു. വാലിൽ തൂങ്ങി ഓരോ എലിക്കുഞ്ഞുങ്ങളും പുറത്തു വന്നു. നനഞ്ഞു വിറയ്ക്കുന്ന ആ കുഞ്ഞുങ്ങളെ മാക്സ് തന്റെ ചൂടുള്ള ശരീരത്തോട് ചേർത്ത് പിടിച്ചു.
പിറ്റേന്ന് രാവിലെ മഴ മാറി സൂര്യൻ വന്നപ്പോൾ കണ്ട കാഴ്ച അത്ഭുതകരമായിരുന്നു. മാക്സ് കണ്ണു തുറന്നപ്പോൾ കണ്ടത് തൻ്റെ നെഞ്ചിൽ പേടിയില്ലാതെ ഉറങ്ങുന്ന ടോബിയെയും അനിയന്മാരെയുമാണ്. അന്നു മുതൽ മാക്സും ടോബിയും ശത്രുക്കളല്ല, ആ വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളായി മാറി. ഈ കഥയിലെ ഗുണപാഠം എന്താണെന്നറിയൂ? മറ്റുള്ളവരുടെ സങ്കടം സ്വന്തം സങ്കടമായി കാണുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നന്മ.